മിക്കവാറും ആളുകളൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ പരസ്യമായി മാന്യനാവുകയും രഹസ്യമായി നമ്മളെല്ലാ മാന്യതയുടെയും മാനങ്ങളെ, അവസ്ഥകളെ, തലങ്ങളെ ലംഘിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പലരുടെയും അവസ്ഥ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എങ്ങനെ അള്ളാഹുവിൽ നിന്ന് രഹസ്യമായി ഒരു കാര്യം ചെയ്യാൻ പറ്റുക? അങ്ങനെ പറ്റൂ. അങ്ങനെ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഖബീർ എന്ന് പറയുന്ന വിശേഷണത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഇദാ മാ ഖലൗത ദഹ്റ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു. എപ്പോഴെങ്കിലും നീ ഒറ്റക്കാകുമ്പോൾ നീ പറയരുത് ഞാൻ ഒറ്റക്കാണെന്ന് പറയരുത്. അങ്ങനെ നമ്മൾ ഒറ്റക്കാകാൻ പറ്റില്ല. ഒരു മനുഷ്യനും ഒറ്റയ്ക്കാകാൻ പറ്റില്ല. കാരണം വലാകിൻ ഖുൽ അലയ്യ റഖീബു, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്. ഇപ്പം നമ്മൾ ജീവിതത്തിൽ ഒരു നിമിഷം പോലും ഒറ്റയ്ക്കാവൂല എന്നാണ്. എല്ലാ സന്ദർഭത്തിലും അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആലോചിച്ച് നോക്ക് നിങ്ങൾ, നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും ആരെങ്കിലും കണ്ടുപോയാൽ അത്രമാത്രം പ്രശ്നമുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരും കണ്ടില്ലെന്നല്ലേ നമ്മൾ വിചാരിക്കണത്. പക്ഷെ അള്ളാഹു കണ്ടിട്ടുണ്ട് എന്നാണ്. വലാ തഹ്സബന്നല്ലാഹ യഗ്ഫലു സഅതൻ, ഒരു നിമിഷം പോലും അള്ളാഹു അശ്രദ്ധനാകുന്നില്ല. വലാ അന്നമാ യഖ്ഫാ അലൈഹി യഗീബു, ഒരു കാര്യവും അള്ളാഹുവിൽ നിന്ന് മറഞ്ഞു കിടക്കണില്ല. ഒരാളെ മനസ്സിൽ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഒറ്റക്കാവാൻ പറ്റൂലല്ലോ, ഒരു ഇരുട്ടിലും ഒരു റൂമിലും ഒരു ലോഡ്ജിലും ഒരു ഹോട്ടലിലും എനിക്ക് ഒറ്റക്കാകാൻ പറ്റൂല എന്നാണ്. അതാണ് ഖബീർ എന്ന അള്ളാഹിനെ കുറിച്ച് അറിയുമ്പോൾ ഉണ്ടാകുന്ന കാര്യം.